നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ ചെറിയ ചേരിതിരിവ്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഒരു വിഭാഗം നേതാക്കൾ നൽകുമ്പോൾ മറുവിഭാഗം കെ.സി. വേണുഗോപാലിലാണ് അതെത്തിക്കുന്നത്. പെൻഷൻ പരാമർശവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശവും ചർച്ചയാക്കിയ കെ.സി. വേണുഗോപാലാണ് വിജയശില്പിയെന്നാണ് എ.പി. അനിൽകുമാർ എം.എൽ.എ പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർമ്മടത്തോട് അനിൽകുമാർ സംസാരിച്ചു. ശ്രീ കെ.സി. വേണുഗോപാൽ എ.സി. ജനറൽ സെക്രട്ടറി, കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിന്റെ ആദ്യഘട്ടം മുതൽ, സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അവസാന ഘട്ടം വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം 3 തവണ ഇവിടെ വന്നു. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയോടുള്ള CPM-ന്റെ സമീപനം, അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയങ്ങളുമാണ് വലിയ രീതിയിൽ ഇതിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. നമുക്കറിയാം, അതിശക്തമായ ഒരു പോരാട്ട വേദിയായിരുന്നു നിലമ്പൂർ. മാത്രമല്ല, ഒരു ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കണം എന്ന് മുഖ്യമന്ത്രി വ്യക്തിപരമായി തന്നെ ആഗ്രഹിച്ച മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ടാണ് എം സ്വരാജിനെ പോലെ പരിണതപ്രജ്ഞനായ വിവേകശാലിയായ ഒരാളെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കിയത്. ചില മുതിർന്ന CPM നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ എം സ്വരാജിൻ്റെ വിജയ സാധ്യതയിൽ ചെറിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും നിലമ്പൂർ നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ കരുത്തനായ സ്ഥാനാർത്ഥിയായിരുന്നു എം സ്വരാജ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ദീപക് തർമ്മടം സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഇനി ആർക്ക് കൊടുക്കുമെന്നുള്ള തർക്കം ബാക്കിയാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ദീപക്, വിവരങ്ങൾ പറയൂ. SKN, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ ഒരു ചരിത്ര വിജയമാണ്. അതും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തിയിട്ടാണ് UDF ചരിത്ര വിജയം നേടിയത് എന്നുള്ള എടുത്തു പറയേണ്ടതാണ്. SKN പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി വ്യക്തിപരമായി താല്പര്യമെടുത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ നടക്കണം. പ്രത്യേകിച്ചും അൻവർ പോയതിന് ശേഷം എങ്ങനെയാണ് CPIM-ന്റെ തൽസ്ഥിതി എന്നുള്ളത് കൃത്യമായി അറിയണം, ഇടതുമുന്നണിയുടെ അടിത്തറ അറിയണമെന്ന് തീരുമാനിച്ചു. UDF ആണെങ്കിൽ വളരെ കൃത്യമായ ഒരു പോരാട്ടം, അതും ഈ അൻവർ ഒപ്പമുണ്ടാകുമെന്ന് ആദ്യം കരുതി, പിന്നീട് അൻവർ പോയി, അതിനുശേഷം നടക്കുന്ന ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ ഓരോ നീക്കങ്ങളും, അത് എ.പി. അനിൽകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്ത്രങ്ങൾ എന്ന് പറയുന്നില്ല, ഓരോ നീക്കങ്ങളും ജാഗ്രതയോടെ ആയിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള വിജയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം ആരംഭിച്ചിരിക്കുന്നത്. എ.പി. അനിൽകുമാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലം ചുമതലക്കാരനായിരുന്നു. മണ്ഡലം ഇൻചാർജ് എ.പി. അനിൽകുമാർ ആയിരുന്നു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നു, ഈ മണ്ഡലത്തിലെ പ്രചാരണം രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റിയത് കെ.സി. വേണുഗോപാലാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അത് സത്യവുമാണ്. അദ്ദേഹം ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മലപ്പുറത്തെ ചതിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറഞ്ഞ് പണ്ടേ മറന്നുപോയ ഒരു അഭിമുഖം, ഒരുപക്ഷെ അത് പ്രസ്താവനയിലൂടെ തിരുത്തിയ അഭിമുഖം, ആ അഭിമുഖത്തെ വീണ്ടും ലൈം ലൈറ്റിലേക്ക് ചർച്ചയിൽ കൊണ്ടുവന്നു. പിന്നെ പെൻഷൻ വിവാദം കെ.സി. വലിയ രീതിയിൽ ആക്രമണം നേരിട്ടതാണ്. പക്ഷേ ആ വിവാദം ഉൾപ്പെടെ നിലമ്പൂരിൽ ഗുണം ചെയ്തു. പ്രചരണം രാഷ്ട്രീയമാക്കി സർക്കാരിനെതിരെ തിരിച്ചുവിട്ടത് കെ.സി. ആണെന്നും ഈ വിജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ കെ.സിക്ക് നിർണായക പങ്കുണ്ടെന്നും എ.പി. അനിൽകുമാർ പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം വി.ഡി. സതീശനാണ് ഇതിലെ ഗെയിം മേക്കർ, അല്ലെങ്കിൽ ഇതിലെ വിൻ പൊസിഷനിലേക്ക് എത്തിച്ചത് എന്നുള്ള വാദം നടക്കുമ്പോൾ, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിനിടയിൽ ഒരു പൊളിറ്റിക്കൽ ചെക്ക് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് എ.പി. അനിൽകുമാർ ചെയ്തത്. മാത്രമല്ല, ഹൈക്കമാൻഡ് ഇടപെട്ടു. കെ.സി. വേണുഗോപാൽ 3 പ്രാവശ്യം കൂടെ പ്രചരണത്തിന് വന്നു. മറ്റൊരു കാര്യം കൂടി, പ്രിയങ്ക ഗാന്ധിയെ മണ്ഡലത്തിലേക്ക് ഇറക്കി. ഇത്രയും കാര്യങ്ങളെല്ലാം കെ.സി. ചെയ്തു എന്ന് പറയുമ്പോൾ അത് കേവലം കെ.സിയെ പുകഴ്ത്തുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ലോങ് ടേം പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ നടന്നത് കോൺഗ്രസിൽ എന്നുള്ളതാണ്. ഈ തർക്കങ്ങൾ, ഈ ക്രെഡിറ്റ് എടുക്കൽ തർക്കം പുതിയ തലത്തിലേക്ക്, അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കും, അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിലേക്കൊക്കെയുള്ള സൂചനകൾ നൽകുന്നതാണ് SKN. താങ്ക് യു ദീപക് ധർമ്മടം.